أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 79ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. പരിശുദ്ധമായ ഈ റമദാനു ഷരീഫിൽ കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈറുൽ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആൻ അവതരിച്ച മാസം ഈ റമദാൻ. അതുകൊണ്ട് ഈ വിശ്വാസി ആയിരങ്ങൾക്ക് അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആൻ ഓതാനും കേൾക്കാനും പഠിക്കാനും കൂടെ ഓതാനും വലിയൊരവസരം അൽഹംദുലില്ലാഹ് നമ്മുടെ നേതൃത്വം നമുക്ക് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിലാണ് 2ാമത്തെ ബാച്ചിൻ്റെ തുടക്കം, നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു വീണ്ടും ഒരു റമദാനിനെ സ്വാഗതം ചെയ്യാനും അതോടൊപ്പം ഈ റമദാനിലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി മുന്നോട്ട് പോകാനും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നു, തൗഫീഖ് തന്നു. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ റമദാൻ ഈ റമദാൻ വരെയുള്ള ഒരു നീണ്ട ഒരു വർഷക്കാലം, കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് 6 അടി മണ്ണിലാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും റമദാനിനെ സ്വീകരിക്കാൻ അവസരം തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ നമുക്ക് അവസരം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയി ഖബറിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഹാഫിൾ മസ്ഊദ് സഖാഫി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എല്ലാവരും ഞെട്ടലോട് കൂടെയായിരുന്നു ഉസ്താദിൻ്റെ വിയോഗം കേട്ടത്. അല്ലേ, എന്തോ ഒരു ആകർഷകമായ, എന്തോ ഒരു പഠനാർഹമായ, എന്തോ ഒരു വഴലായിരുന്നു അത്. ഒരക്ഷരവും ഒരു വാക്കും ഏറെയില്ലായിരുന്നു. കാര്യങ്ങൾ മാത്രം തുറന്നടിച്ച് പറയേണ്ടത് വളരെ വ്യക്തമായി സ്പഷ്ടമായി മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് തറക്കുന്ന വിധത്തിൽ ഒരുപാട് അറിവുകൾ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് നൽകിയ, വഴലിലൂടെ പ്രഭാഷണങ്ങളിലൂടെ നൽകിയ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു മസ്ഊദ് സഖാഫി ഉസ്താദ്. യാത്ര പറഞ്ഞു പെട്ടെന്ന്, വിട പറഞ്ഞു പെട്ടെന്ന്. അല്ലേ, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ, നമ്മുടെയൊക്കെ കഥ. വളരെ ചുരുങ്ങിയ സമയം ഈ ലോകത്തോട് നമ്മളൊക്കെ വിട പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ർ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഇനിയും ദുആ ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരുപാട് ആലിമീങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാദാത്യങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നേതൃത്വത്തിൽ നിന്ന്, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, ഉമറാക്കളിൽ നിന്ന്. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ തദ്രീബാകുന്ന ഖുർആൻ, ഈ വലിയ മഹത്തായ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇതിൻ്റെയൊക്കെ മിസ്ലു സവാബ് അവരുടെയൊക്കെ ഖബറിൽ കാണിച്ച് സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ഈ റമദാനിലും സാധുക്കളായ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആയുസ് റബ്ബ് തന്നു. അടുത്ത റമദാനിൽ ആരുണ്ടാവും? അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥമായി നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടു കൂടി
തദ്രീബ് നമ്മൾ സ്വീകരിക്കുക, വിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കുക, കൂടെ ഓതുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കലാമ് അത് തെറ്റുകൂടാതെ ഓതി പഠിക്കുന്ന ഒരാളായി ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് സൂറത്തുൽ അൻഫാൽ 31-ാമത്തെ ആയത്ത് മുതൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതെന്താ? അല്പാൽപ്പം ഓതി, കൂടെ ഓതി, വീണ്ടും കൂടെ ഓതി, ഖിറാഅത്ത് ശരിപ്പെടുത്തുക, നന്നാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ റമദാനിൽ നമ്മൾ സ്പെഷ്യൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തന്നെ തുടരാം. ഓക്കെ, തുടങ്ങല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. നോക്കിയേ, وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا. ഓക്കെ, ഒരുമിച്ച് ഒപ്പം. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا. അത്ര ശ്വാസം കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യാം, قد سمعنا അവിടെ നിർത്തി നോക്കാം നമുക്ക് കേട്ടോ. ഇനി ഒപ്പാവണേ, قد سمعنا എന്നുള്ളത് നിർത്തിയിട്ട് കേട്ടോ നോക്കണേ. وإذا تتلى عليهم آياتنا قالوا قد سمعنا. ഇപ്പം ശരിയായില്ലേ? എന്നാൽ ഒന്നും കൂടെ കുറച്ച് ശബ്ദത്തിൽ, എല്ലാവരും കുറച്ച് ശബ്ദത്തിൽ ഓതണം കേട്ടോ. وإذا تتلى عليهم آياتنا قالوا قد سمعنا. ബാക്കി لو نشاء لقلنا مثل هذا. ഒപ്പം لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. ഒന്നുകൂടെ إن هذا إلا أساطير الأولين. ഇനി ഞാൻ ഒന്നുകൂടെ ആയത്തോതാ, അപ്പം എൻ്റെ കൂടെ ഇങ്ങനെ മെല്ലെ കേട്ടോ വേണേ. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. നിങ്ങളെ മിൻ ഇൻദിക് അതുവരെ ഒന്ന് ഓദിക്കേ. ഞാൻ ഓതിത്തരാതെ, ഞാൻ രണ്ടു വട്ടം ഓതിയല്ലോ, എൻ്റെ കൂടെ അല്ലാതെ ഓതിത്തരാതെ എന്ന് പറഞ്ഞാൽ
ഞാൻ എൻ്റെ കൂടെ അല്ലാതെ. നിങ്ങളൊന്ന് ഓദിക്കുക. ഇത് ഖാലു നോക്കിയാ എല്ലാവരും പറയാൻ കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാലേ ഇപ്പം ഇത് ഖാലുല്ലാഹുമ്മ എന്ന ഷദ്ദുള്ള മീമില്ലേ, ഷദ്ദുള്ള മീം, അതിനെ മണിക്കാതെ എത്ര ആളുകൾ ഓതിയിട്ടുണ്ട്? ഷദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. നമ്മൾ പഠിച്ചതല്ലേ, അമ്മലമ്മ സുമ്മ എന്നു തന്നെയാവണേ അല്ലേ. അമ്മലമ്മ സുമ്മ ഓതൽ ഒന്നു നിർത്തണേ പ്ലീസ്, ഒന്നു നിർത്തണേ പ്ലീസ്, ഒന്നു നിർത്തണേ അല്ലേ. പ്ലീസ് പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതലേ. എന്നിട്ട് ആരെങ്കിലും ഉണ്ടായോ അങ്ങനെ? ഇല്ലല്ലോ, ഇല്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എല്ലാവരും ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്തിട്ട് തന്നെ ഓതിയതില്ലേ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നോക്കിയേ, وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ ഇഖ്ഫാ ചെയ്ത് നിർത്തുക. ബാക്കി فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ. എങ്ങനെ ഓതി നോക്കിയേ. അല്ല, ഓതിയത് ശ്രദ്ധിച്ചില്ല. മൂന്നാളുകൾ ആരായിരിക്കുക? മൂന്നാളുകൾ. ഫഅംതിർ എന്ന റാഇനെ നേർപ്പിച്ചു പറയേണ്ടടുത്തേ ഫഅംതിർ റോ പറഞ്ഞു. ഫഅംതിർ അല്ലേ. ഫിർഔൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഫഅംതിർ അലൈനാ ഹിജാറതം മിനസ്സമാ. നോക്കിയോ ഒന്നുകൂടെ. അവിഅ്തിനാ ബിഅദാബിൻ അലീം. എല്ലാവരും ഒരുമിച്ച്. അവിഅ്തിനാ ബിഅദാബിൻ അലീം. ആരോ അദാബിൻ അലീം പറഞ്ഞിട്ടുണ്ട്. ഹംസ കളഞ്ഞ് ഐന് കൊടുത്ത് അലീമായി മാറുന്ന അദാബിനു പിറകെ അലീമാണുള്ളത് പലരും ഐനായി പറയുന്നു അല്ലേ. തെറ്റായി ഓതുന്നു അല്ലേ. ഒന്നുകൂടെ. അവിഅ്തിനാ ബിഅദാബിൻ അലീം. ഇനി ഒരുമിച്ച് നമ്മൾ ആയത്ത് തന്നെ. وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوِ ائْتِنَا بِعَذَابٍ أَلِيمٍ. അടുത്ത ആയത്ത് ഒന്നോതാം, കേൾക്കുക. അടുത്തതിൽ കൂടെ ഓതുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. ഇനി ഓതട്ടോ, കേട്ടോ തന്നെ. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ. ഓക്കെ. وأنت إخفاء വേണം, മറക്കരുത്. وما كان الله معذبهم وهم يستغفرون. റെഡിയല്ലേ? ഇനി നമ്മൾ ഒരുമിച്ച് ഒപ്പം പോകണം കേട്ടോ. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. باقي. وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما كانوا أولياءه
ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയഹ് فذوقوا العذاب بما كنتم تكفرون إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون നോക്കണേ وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام وما لهم ألا يعذبهم الله ശ്രദ്ധിക്കണേ ألا يعذبهم الله وهم يصدون عن المسجد الحرام ഇനി നമ്മൾ ഒരുമിച്ച് وما لهم ألا يعذبهم الله وهم يصدون عن المسجد الحرام ഇനി നമ്മൾ വഹും യസുദ്ദൂന എന്നുള്ളത് മടക്കി ഓതണം കേട്ടോ وهم يصدون عن المسجد الحرام وما كانوا أولياءه വഖഫിയിൽ അങ്ങനെയാണ് നമുക്കറിയാം അല്ലേ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ വമാ കാനു കഴിഞ്ഞ് ഔലിയാഅഹു ആണ്. ഇവിടെ ഇൻ ഔലിയാഉഹു ആണ്. ആദ്യത്തേത് അഹു, ഇവിടുത്തേത് ഉഹു. മനസ്സിലായോ? അതിന് വേണ്ടിയാ, മനസ്സിലാവാൻ വേണ്ടിയാ അങ്ങനെ പറഞ്ഞത് അഹു ഉഹു എന്നൊക്കെ കേട്ടോ. എങ്ങനെ വേണം? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ അല്ലേ? വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഓക്കെ, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഇനി നമ്മൾ ഒരുമിച്ച് ആയത്ത് ഫുള്ള് നോക്കി. വമാ ലഹും അല്ലാ യുഅദ്ദിബഹുമുല്ലാഹു വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം وهم يصدون عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون. ഓക്കെ, ഒരു കാര്യം,
ഇങ്ങനെ ഓതിയിട്ട് ഒരു റാഹത്ത് കിട്ടുന്നില്ലേ? ഒപ്പം 1-2 തവണ ഇങ്ങനെ ആവർത്തിച്ച് ഓതി നമ്മളിങ്ങനെ ഓതാൻ പറഞ്ഞ് കൂടെ ഓതിയിട്ട് ഒരു നല്ല റാഹത്ത് കിട്ടുന്നില്ലേ? ഇന്നലെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇല്ലേ? ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ അതിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇങ്ങനെ ഓതുന്നത് കൊണ്ട് എനിക്ക് ഒന്നുകൂടെ ഓതാൻ സാധിക്കുന്നുണ്ട്, റാഹത്ത് കിട്ടുന്നുണ്ട്. ഇല്ല, റാഹത്ത് കിട്ടണില്ലേ? എന്നാൽ റാഹത്ത് കിട്ടണില്ല, അപ്പോൾ നമുക്ക് വേറെ ശൈലി സ്വീകരിക്കാം. നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രം, ഖുർആൻ അത് വളരെ മനോഹരമായിട്ട് ഓതാൻ സാധിക്കണം. അതിന് വേണ്ട വഴികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നല്ലെങ്കിൽ ഒന്ന് അത് സ്വീകരിച്ച് നമുക്കങ്ങനെ ഓതി പഠിക്കുക. ഖുർആൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഒരു തവണ ഓതിയിട്ടൊന്നും സാധിക്കൂല. അത് കൂടുതൽ തവണ ഓതി, ഓതിൻ്റെ കൂടെ ഓതി കേട്ട് ഓതി അങ്ങനെ ശീലിക്കണം. അതിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ പറയണേ, കമൻറ്റ് ബോക്സിൽ പറയണേ. ബാക്കി وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. ഇനി അടുത്തതിൽ ഒപ്പുണ്ടാവണേ. وما كان صلاتهم عند البيت إلا مكاء وتصدية. നിങ്ങളൊന്ന് നോക്കിക്കേ. وما كان എല്ലാവരും കുറച്ച് ശബ്ദത്തിൽ ഓതട്ടെ. കുറച്ച് ആളുകൾക്ക് മുകാഅൻ എന്ന മദ്ദെടുത്തപ്പോൾ അതിന് ശേഷമുള്ള ഇദ്ഗാമും ബിഗുന്ന നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക്. മുകാഅൻ വതസ്ദിയ എന്ന ഉണ്ടല്ലോ, മുകായിലെ ആ ഹംസയും പിന്നെ വാവും ഇദ്ഗാമും ബിഗുന്ന കുറച്ച് ആളുകൾക്ക് പോയിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല, കുറച്ച് ആളുകൾക്ക് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതോടുകൂടി ഒന്നുകൂടെ ഓക്കെ. ഇല്ല അവിടെ മാത്രം കേട്ടോ. ഇല്ല മുകാഅൻ വതസ്ദിയ. ആരാണ് തസ്ദിയ എന്നുള്ള താഇന് പകരം ത്വ ആക്കിയത്? തസ്ദിയ ആക്കിയത് ആരെങ്കിലും ആക്കിയോ? ഒന്നുകൂടെ. ഇല്ല മുകാഅൻ വതസ്ദിയ. ഇനി ഒരുമിച്ച്. وما كان صلاتهم عند البيت إلا مكاء وتصدية فذوقوا العذاب بما كنتم تكفرون. ഒരുമിച്ച്. فذوقوا العذاب بما كنتم تكفرون. നിങ്ങൾ ഒറ്റയ്ക്ക്. അയ്യോ സൂപ്പർ. ബാക്കി. إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. ഇനി ഒന്ന് ഓതി തരട്ടോ, കേട്ടോ തന്നെ. إن الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله. نوديكي إن الذين كفروا അംവാലഹുന്നോ അംവേ അങ്ങനെ ഉണ്ടാ. അംവാലഹും സുക്കൂനുള്ള മീമിന് ശേഷം വാവു എന്നാലേ അംവാല പറയില്ല, അംവാലഹും അത്രേ ഉള്ളൂ. അലൈഹിം വലദ്ദാലീൻ ഓതു നമ്മൾ ഇല്ലല്ലോ. അലൈഹിം വലദ്ദാലീൻ. ഓക്കെ, യെസ്. എൻ്റെ കൂടെ ഒന്നും കൂടെ.
الذين كفروا ينفقون أموالهم ليصدوا عن سبيل الله. അടുത്തത് فسينفقونها ثم تكون عليهم حسرة ثم يغلبون. ഇഖ്ഫ പോകാൻ പാടില്ല. ഇങ്ങനെ ഫസയുൻഫിഖൂനഹ അത് മാത്രം. ثم تكون عليهم എനിക്ക് ഹസ്റതൻ ഹ അല്ല ഹ ഹ ഹസ്റതൻ ثم يغلبون. ഇനി ഒരുമിച്ച് فسينفقونها ثم تكون عليهم حسرة ثم يغلبون. والذين كفروا إلى جهنم يحشرون. ജഹന്നമിൻ്റെ നൂന് മണിക്കണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം. പഠിച്ചവനെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളെല്ലാവരെയും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. കോടിക്കണക്കായ മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന മാസമാണിത്. ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. എങ്ങനെ ഓതണം? വല്ലദീന കഫറൂ ഇലാ ജഹന്നമ യുഹ്ശറൂൻ. കാഫിരീങ്ങളെയാണ് ജഹന്നമിലിടുക. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കണം. ഈമാൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാലേ അതിനെ വലിയൊരു സംഭവമൊന്നും വേണ്ട. അല്ലാഹു തആല കാക്കട്ടെ. ഈമാൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ നിസ്സാരായി കണ്ടാൽ മതി. എന്ത് ഖുർആന് വാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്ത് വാങ്ക് എന്ന് പറഞ്ഞാൽ മതി ഈമാൻ നഷ്ടപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആദരിച്ചതിനെ നിന്ദിച്ചാൽ പോയി. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നുള്ളതാണ്. എതിര് വന്നാൽ ഈമാൻ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒന്നും വരാൻ പാടില്ല. ഇനി ലിയമീസല്ലാഹുൽ ഖബീസ മിനത്ത്-ത്വയ്യിബി വയജ്അലൽ ഖബീസ ബഅ്ദഹു അലാ ബഅ്ദ് ഫയർകുമഹു ജമീഅൻ ഫയജ്അലഹു ഫീ ജഹന്നം ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഓക്കേ. ലിയമീസല്ലാഹുൽ ഖബീസ മിനത്ത്-ത്വയ്യിബ്. ലി ഓക്കേ. ലി വയജ്അലൽ ഖബീസ ബഅ്ദഹു അലാ ബഅ്ദ് فيركمه جميعا فيجعله في جهنم. അല്ലല്ലല്ല നോക്കി ജമീഅൻ ഫയജ്അലഹു ഇഖ്ഫാ എന്തെന്നറിയണം. ഇവിടെ മറച്ചു മണിക്കേണം. നൂനും തൻവീനിൻ പിറകെ 15 അക്ഷരം ഇതിനോർക്കേണം. മറന്നോ? വിശദമായി പഠിക്കുന്നുണ്ട്. ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇനി നമുക്ക് ഒരുമിച്ച് ലിയമീസല്ലാഹുൽ ഖബീസ മിനത്ത്-ത്വയ്യിബി വയജ്അലൽ ഖബീസ ബഅ്ദഹു അലാ ബഅ്ദ്
فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون. باقي قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير. ഓക്കേ قل للذين كفروا إن ينتهوا يغفر لهم. എങ്ങനെ ഒപ്പം قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. وإن يعودوا وإن يعودوا فقد مضت سنة الأولين. അത് മാത്രം നോക്കിക്കേ. وإن يعودوا مضت ما മൊളത്തായിട്ട് മാവൊക്കെ തൊടിപ്പിച്ച് പറയുന്നുണ്ടോ? പാടില്ല. فقد مضت سنة الأولين وقاتلوهم حتى لا تكون فتنة. ഒപ്പം وقاتلوهم حتى لا تكون فتنة. നിങ്ങൾ ഒറ്റയ്ക്ക് ويكون الدين كله لله. ويكون لا ويكون الله ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير. ഒന്നുകൂടെ ഇടല്ലോ, ഒപ്പം എല്ലാം ഉണ്ടാവണേ. فإن انتهوا فإن الله بما يعملون بصير. ഒതുക്കേ. ആരാ അവിടെ? ഫഇൻ ഇൻതഹൗ. ഒരു ഇൻതഹ പറഞ്ഞ ഇന്ത ഫഇൻ ഇന്ത ഞാനോ ഫഇൻ ഇൻതഹൗ. അന്തത്തവാബല്ലല്ലോ ഇവിടെയും ഫഇൻ ഇൻതഹൗ فإن الله بما يعملون بصير. فإن الله باقي وإن تولوا فاعلموا أن الله مولاكم نعم المولى ونعم النصير. ഒരുമിച്ചിട്ടോ. وإن تولوا فاعلموا أن الله مولاكم. وإن تولوا എല്ലാവരും
നിഅ്മൽ മൗല വ നിഅ്മൻ നസീർ. ഓക്കെ, നോക്കിയേ, അൽ ജുസ് ഉൽ ആശിർ, 10ാമത്തെ ജുസ്ഇലെത്തി നമ്മൾ. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ 1/3 കഴിഞ്ഞു എന്ന്. ഇനിയോ 2 ഉള്ളൂ. 1/3 കഴിഞ്ഞു, 10 ജുസ് അല്ലേ? മാഷാ അല്ലാഹ്, 9 ജുസ് കഴിഞ്ഞു, 10ാമത്തെ ജുസ്ഇലെത്തി. മനസ്സിലായല്ലോ? 1/3 കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 9 ജുസ് കഴിഞ്ഞു, 10ാമത്തെ ജുസ്ഇലെത്തി. ഈ ജുസ് തീരുമ്പോൾ ഓക്കെ. വഅലമൂ അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. നോക്കിയേ, വഅലമൂ അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു. ഒപ്പം واعلموا أنما غنمتم من شيء فأن لله خمسه من شيء فأن ഒരുപാട് നിയമം ഉണ്ട് കേട്ടോ. فأن ബാക്കി നോക്കി, فأن لله خمسه وللرسول ولذي القربى واليتامى. അവിടെ നിന്ന് അങ്ങോട്ട് ഫഅന്ന ലില്ലാഹി തൊട്ട് നമുക്ക് ഒരുമിച്ച്. ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂലി വലിദിൽ ഖുർബാ واليتامى والمساكين وابن السبيل. ഒപ്പം واليتامى والمساكين وابن السبيل. إن كنتم آمنتم بالله وما أنزلنا. ഒരുമിച്ചിട്ടോ. إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان. يوم الفرقان കഴിഞ്ഞിട്ട് എന്താണ് നോക്കി, يوم التقى الجمعان والله على كل شيء قدير. ഒരുമിച്ച് والله على كل شيء قدير. صدق الله العظيم. الله പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ നിൻ്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഒരുപാട് ഓതി അല്ലാഹ്. നിൻ്റെ പൊരുത്തവും നിൻ്റെ തൃപ്തിയും മോഹിച്ച് ആണ് റബ്ബേ ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹുവേ, ഇതിൻ്റെയൊക്കെ വണ്ണമേറിയ കൂലി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം ഒക്കെ വന്നിട്ടുണ്ട് പടച്ച റബ്ബേ. അതൊന്നും നിന്നെ ധിക്കരിച്ചിട്ട് വന്നതല്ല. പിശാച് ഞങ്ങളെ സ്വാധീനിച്ച്
ഞങ്ങളിൽ നിന്നങ്ങ് വന്നു പോയതാണ് റബ്ബേ. മേലിൽ അങ്ങനെയുള്ള തെറ്റുകൾ ഒരു തെറ്റും ഞങ്ങൾ ചെയ്യൂല റബ്ബേ. അല്ലാ, പഠിച്ചവനെ, ഈ ഖുർആൻ്റെ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് മുഅല്ലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാദാത്യങ്ങളൊക്കെ ഉള്ള മജ്ലിസാണ് പഠിച്ചവനെ. ഒരുപാട് പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും നിഷ്കളങ്കരായ ചെറിയ മക്കളൊക്കെ ഉള്ള ഒരു വലിയൊരു ടീമാണ് പഠിച്ചവനെ ഈ തദ്രീബ് കുടുംബം. അള്ളാഹുവേ ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് പഠിച്ചവനെ. റമദാനിൻ്റെ ഹക്ക് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, തദ്രീബിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്കതൊക്കെ നീ സാധിപ്പിച്ച് തരണം അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റാരോടുണ്ട് ഞങ്ങൾക്ക് കൈ ഉയർത്താൻ? നീ നടത്തി തരണം അല്ലാഹ്. ഞങ്ങളെ പ്ലാനുകളും പദ്ധതികളൊക്കെ, ഞങ്ങളുടെ എല്ലാ സംഗതികളും നീ വളരെ മനോഹരമായി റാഹത്തായി നീ നടത്തി തരണേ അല്ലാഹ്. അതിനാവശ്യമായതൊക്കെ അതതു സമയങ്ങളിൽ നീ നൽകണേ അല്ലാഹ്. എല്ലാ ഫിത്ന, ഷർറ്, ഹസദ്, സിഹർ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും, മുസീബത്തിൽ നിന്നും ഞങ്ങളെയും തദ്രീബ് കുടുംബത്തിലെ എല്ലാവരെയും ബന്ധപ്പെട്ടവരെയും പഠിച്ചവനെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നിൻ്റെ പരിശുദ്ധമായ പാവനമായ ഈ മാസത്തിലാണ് പഠിച്ചവനെ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്നത് കൈകളെ. നീ തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ ആലിമീങ്ങളും ഉസ്താദന്മാരും ഉമറാക്കളും പണ്ഡിതന്മാരും പ്രവർത്തകരും സാദാത്യങ്ങളൊക്കെ പഠിച്ചവനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നു. അവരുടെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വത്തിനൊക്കെ ഞങ്ങളെ സുന്ദരമായി നയിക്കാനുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അഭിമന്യനായ സുൽത്താനുൽ ഉലമയടക്കം, റഈസുൽ ഉലമയടക്കം അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ഉസ്താദുമാർക്കും ഞങ്ങളെല്ലാ സാദാത്യങ്ങൾക്കും പഠിച്ചവനെ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസ്ല് സവാബ് കാണിച്ച് അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ഒരുമിച്ച് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തും